ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ തമ്മ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളോട് ഇന്ന് പറയാനായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ വീട് പണിയുടെ ഒക്കെ എല്ലാം നമ്മൾക്കൊരു മെമ്മറി ആയിട്ട് അങ്ങനെ വേണം, നമുക്ക് ഇനി കുറച്ച് നാൾ കഴിഞ്ഞാലും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് എന്തൊരു സംഭവം ആയാലും നമ്മൾ അവിടെ വീഡിയോ എടുക്കാറുണ്ട്, അതൊപ്പം നിങ്ങൾക്കും കാണിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതേപോലെ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് ഇന്ന് കാണാൻ, ചെറിയൊരു ക്ലിപ്പിംഗ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും പോയിട്ട് കണ്ടിട്ട് വരും. വൈകുന്നേരം കണ്ണേട്ടൻ പുറത്ത് പോയി വന്നിട്ട് ഓട്ടോയിൽ ഇരുന്നിട്ട് തന്നെ റൂമിലിരിക്കണ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നൂന് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്, ഒരുപാട് ഹാപ്പി ആവും, പക്ഷെ നീ വീഡിയോ എടുക്കണം, വാതിൽ ജസ്റ്റ് ഒന്ന് ചാരിയിട്, ഞാൻ എന്നിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വന്നിട്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ വിചാരിച്ച് വല്ല എണ്ണപ്പലഹാരമാവും, ഉഴുന്നുവട അങ്ങനെ വല്ല ഐറ്റം ആവും, അത് വാങ്ങിയിട്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ട് പറയും സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അതാണെന്ന്. നോക്കുമ്പോൾ ഇതാ ഈ ഒരു വെള്ളക്കടലാസാണ് കണ്ണേട്ടൻ എനിക്ക് തന്നത് കേട്ടോ. പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ പ്ലാനാണ് കേട്ടോ, നമ്മൾ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട് പണിയുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ പ്ലാൻ കൊണ്ടുവന്നിട്ട് കണ്ണായിട്ട് ഇരുന്ന് സന്തോഷിക്കുകയാണ്, അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. വേണ്ട എന്താ പറയടാ, അത് എന്താ അതല്ല അത് എന്താണ് 4 വയസ്സായി ശരിയാ കളിയാ. ഒരുപാട് ഹാപ്പി ആയിട്ടാണ്. പിന്നെ കണ്ണേട്ട അപ്പുറത്ത് ഇരുന്നിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ മുന്നേ എത്രയോ വർഷം മുന്നേ നമ്മൾ ഈ ഒരു ആഗ്രഹം വിചാരിച്ചതാണ്, ഇപ്പം നടക്കാൻ പോവല്ലേ എന്നൊക്കെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി. നിങ്ങൾക്ക് ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടെ, ഞാൻ ഒരു ഇളിഞ്ഞ ചെറിയിൽ അതെല്ലാം ഒതുക്കുകയാണ്. മാത്രം മതി. എന്താ എല്ലാടിയും കട്ടില്ല വയ്ക്കും. ബ്രിഡ്ജൊന്നും വാങ്ങണില്ല, വാങ്ങിയാലേ വയ്ക്കണ്ടുള്ളു. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിലും കുടിക്ക. അച്ഛൊരു പാനി വാങ്ങും, പാനി, അത് നല്ല തണുത്ത വെള്ളം കിട്ടും. ആനന്ദക്കണ്ണീര. അപ്പോൾ പ്ലാനൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി, ഒരുപാട് ഹാപ്പി ആയിട്ടോ. ഇത് വേറൊരു ദിവസം നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനൊക്കെ കയ്യിൽ കിട്ടിയല്ലോ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് അതായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദിവസം നോക്കിയിട്ട് കുറ്റിയടിക്കണം. അപ്പോൾ നല്ല ദിവസം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഒപ്പം അമ്മയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൽ ഞാൻ കുറച്ച് അവിടെ നിന്നിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ധ്യാനോട്ടം ബാക്കിലുണ്ട്. Okay. Bye bye. പിന്നെ ഞങ്ങളിതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ. കാവിൻ്റെ അടുത്താണ്, നമ്മുടെ ചെനക്കത്തൂർ കാവിൻ്റെ അടുത്ത് തന്നെയാണ് പണിക്കരി ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങളവിടെ എത്താനാവണേൻ്റെ കുറച്ച് മുന്നേ കണ്ണേട്ടൻ ഫോൺ വിളിച്ചു. അപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആവും എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് പോയി, അപ്പുറത്ത് കാവിൽ പോയിട്ട് ഒന്ന് തൊഴുതു കേട്ടോ. അവിടെ തൊഴാൻ പോകുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, തൊഴുത് വന്ന് ഇതാ വണ്ടിയിലിരിക്കുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ ഇതൊക്കെ.
അത് വീട്ടിൽ പോയിട്ട് ഇവിടെ ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിക്കാനുള്ള നോക്കാനൊന്നും നിർത്തുന്നു. പടക്ക ഒരു ഉള്ളിൽ വെക്കി പൊട്ടുവോ? കൂടുതൽ പോയി നമ്മൾ ചോറ് ഇരിക്കാത്ത ധ്യാനോട്ടാ. ABCD പറഞ്ഞേ. നമ്മൾ തൊഴുത് അവിടെ എത്തിയൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആളവിടെ എത്തിയത്. പിന്നെ നമ്മളിതാ ഇനി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ മുകളിലാണുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ഇനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോയി വന്നിട്ട് എന്താ വിവരം, എന്താണ് പറഞ്ഞത്, കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പണിക്കരത്ത് പോയി നല്ല ദിവസം നോക്കിയിട്ടാണ് കുറ്റിയടിക്കാനൊക്കെ. അപ്പോൾ വാന് കയ്യിൽ കിട്ടി പണിക്കരത്ത് പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റിയടിക്കാൻ പണിക്കര് നല്ലൊരു ദിവസം പറഞ്ഞു തന്നിട്ട്, ഒരു ദിവസമല്ല കേട്ടോ 3 ദിവസം പറഞ്ഞു നല്ലത്. അപ്പോൾ മറ്റന്നൊരു നല്ല ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ മറ്റന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആശാരി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആശാരി മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റന്നെയാണ് നമ്മുടെ വീടിൻ്റെ കുറ്റിയടിക്കൽ. ബാക്കിയെല്ലാം സെറ്റായിട്ടോ. അപ്പോൾ മറ്റന്ന് ഇനി അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. എന്താ പറയാനുള്ളത്? അല്ല, അതൊക്കെ എന്നെ പറയാനുള്ളത്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഞാൻ ജസ്റ്റ് അവിടെ ഇരിക്കണ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ എന്നെ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ പ്ലാൻ കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷമായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണേട്ട ഇതേപോലെ നമുക്ക് വരുന്നുള്ളത് നമുക്ക് 2 പേർക്കും അറിയാം. കാരണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോടും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അന്നത്തെ ദിവസമാണ് അത് കിട്ടുക എന്നുള്ളത് എനിക്കറിയുണ്ടായിരുന്നില്ല. കണ്ണേട്ടൻ കൊടുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. മൊബൈലിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. മൊബൈലിൽ നമുക്ക് PDF ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കയ്യിലേക്ക് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുമ്പോൾ വേറെയാണല്ലോ. പിന്നെ എന്നെ കൂടുതൽ ഇതാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനൂട്ടന് മനസ്സിലായിട്ട് ധ്യാനൂട്ടൻ കുറച്ച് ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഇനി കുറ്റിയടിക്കൽ തന്നെയാവും. മറ്റന്നാൾ കുറ്റിയടിക്കലിൻ്റെ വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.